ഗുഡ് ഈവനിങ്. ഹനാസ് ഹോംഗാർഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതേപോലെ എന്നത്തെയും പോലെ ഒരു പ്ലാന്റ് സെയിലുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. പുതിയതായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ DTDC വഴിയാണ് കൂടുതലായിട്ടും പ്ലാന്റ്സ് അയക്കുന്നത്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കൊറിയർ പറഞ്ഞു കഴിഞ്ഞാൽ അതുവഴി അയക്കുന്നതായിരിക്കും. ഞാൻ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ സെയിൽ വീഡിയോയിൽ ഒരു തമിഴ്നാട്ടിലുള്ളൊരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. തമിഴ്നാട്ടിലുള്ളൊരു പുള്ളിക്കാരത്തി പ്ലാന്റ്സ് വാങ്ങിച്ചായിരുന്നു, കുറച്ച് പ്ലാന്റ്സ് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതിൽ ഒരു 5 പ്ലാന്റ് അവർക്ക് പോയെന്ന് പറഞ്ഞിട്ട് എനിക്ക് 4 പ്ലാന്റ് പോയെന്ന് പറഞ്ഞിട്ട് എനിക്ക് അവർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഒരു പ്ലാന്റ് ഞാൻ മറന്ന് വെച്ച് അയക്കാനായിട്ട് മറന്നുപോയ ഒരു പ്ലാന്റാണ്. ഒരു 30 രൂപയുടെ ഒരു കലാത്തിയ. അത് ഞാൻ റീഫണ്ട് ചെയ്ത് കൊടുത്തു. പിന്നെ പ്ലാന്റ്സ് അവരുടെ കയ്യിൽ കിട്ടിയിട്ട് അവർ നട്ടതിന് ശേഷം മോശമായതിൽ അതിൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. മോശമായതല്ല, അതിൽ 2 കലാത്തി ഉണ്ടായിരുന്നു. കലാത്തിയ പ്ലാന്റ്സ് അറിയില്ല, ആദ്യം ഒന്ന് ഉണങ്ങിപ്പോയതുപോലെ വന്നിട്ട് പിന്നെ ആയിരിക്കും അതിൽ നിന്ന് പൊട്ടിക്കിളിക്കുന്നത്. കലാത്തിയ പ്ലാന്റ്സിൻ്റെ പ്രത്യേകത 10 രൂപയുടെ 30 രൂപയുടെ ഒരു പ്ലാന്റ് ആയിരുന്നു. പിന്നെ ഒരു കലേഡിയത്തിൻ്റെ അറിയാമല്ലോ, അതും ബൾബ് അതിൻ്റെ അടിയിൽ കാണും. അപ്പം അതിൽ നിന്ന് പൊട്ടിക്കിളിർക്കും. പിന്നെ ഉള്ളത് 5 രൂപയുടെ സ്പൈഡർ പ്ലാന്റ് ആണ്. ഇതിൽ ഏത് പ്ലാന്റാണ് പിടിക്കാൻ മോശമുള്ളതെന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിച്ച് പ്ലാന്റ്സിനെ കുറിച്ച് അറിയാമെന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടതിന് ശേഷമാണ് നമുക്ക് സെയിൽ കുറച്ച് കുറവാണ്. അപ്പം അത് അങ്ങനെയൊക്കെയുള്ളവർ അത് നോക്കി മാത്രം പ്ലാന്റ്സ് വാങ്ങിക്കുക. ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയക്കുന്നത്. നിങ്ങൾക്കത് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന പാകത്തിൽ തന്നെയാണ് നമ്മൾ പ്ലാന്റ്സ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലാന്റ് സെയിലിൽ ഫസ്റ്റ് വരുന്നത് ഈ ഒരു സാറ്റിൻ പോത്തോസാണ്. 40 രൂപയുടെ പ്ലാന്റാണ് കേട്ടോ. പുതിയ ലീഫൊക്കെ ആയി വരുന്നുണ്ട്. 40 രൂപയാണ് പ്ലാന്റിന് വില വരുന്നത്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, ആ കൂട്ടത്തിൽ ഞാൻ അവർക്ക് അലോക്കേഷ്യ ഒരു വലിയൊരു അലോക്കേഷ്യ ഞാൻ അയച്ചു കൊടുത്തത് ഫ്രീ പ്ലാന്റ് ആയിട്ട് ഞാൻ വെച്ചിരുന്നതാണ്. ആ ഒരു കാര്യം അവർ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ആൾക്കാർക്ക് പറയാനായിട്ടില്ല. നമുക്ക് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ഫോൾട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരുടെ അത് പിടിക്കുന്ന പ്ലാന്റ്, ഞാൻ അവരോട് പറഞ്ഞത് പിടിക്കുന്ന പ്ലാന്റാണ്. പക്ഷേ അവർ അംഗീകരിക്കാനായിട്ട് അവർക്കൊരു മനസ്സിനൊരു ബുദ്ധിമുട്ട്. അപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ ആൾക്കും പറ്റത്തില്ല എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ ഫ്രീ പ്ലാന്റ് വെച്ചത് അവർ മെൻഷൻ ചെയ്തിട്ടുമില്ല. പ്ലാന്റ്സിൽ സെക്കൻഡ് വരുന്നത് ഈ ഒരു ക്രീപ്പിംഗ് ബേബി ടിയേഴ്സ് എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. 10 രൂപയാണ് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റിന് വില വരുന്നത്. ഹാങ്ങിങ് പ്ലാന്റൊക്കെ ആണെങ്കിൽ 10 രൂപയാണെങ്കിൽ ഒരു 30 രൂപയുടെയെങ്കിലും പ്ലാന്റ്സ് വാങ്ങിക്കും. നിങ്ങൾ പ്ലാന്റ്സ് കിട്ടുന്നവരാണെങ്കിൽ വാങ്ങിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതിന് 10 രൂപയാണ് വില വരുന്നത്. പിന്നെയുള്ളത് ഈ ഒരു നാരോ ലീഫിൻ്റെ ഈ ഒരു സിങ്കോണിയം പ്ലാന്റാണ്. ഇതിന് 30 രൂപയാണ് വില വരുന്നത്. പിന്നെയുള്ളത് ഈ ഒരു സിങ്കോണിയം പ്ലാന്റാണ് കേട്ടോ. ഇതിന് 30 രൂപയാണ് വില വരുന്നത്. പിന്നെയുള്ളത് ഈ ഒരു മിനിയേച്ചർ അലോക്കേഷ്യയാണ് കേട്ടോ. ഇതിന് 200 രൂപയാണ് വില വരുന്നത്. 200 അല്ല, 150 രൂപയാണ് വില വരുന്നത്. ഇത് നമ്മുടെ 5 ഇതൾ സിങ്കോണിയമാണ്. 20 രൂപയാണ് വില വരുന്നത്. പിന്നെയുള്ളത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റാണ്. 150 രൂപയാണ് വില വരുന്നത്. പിന്നെയുള്ളത് ഈ ഒരു സിങ്കോണിയം പ്ലാന്റാണ്. 20 രൂപയാണ് വില വരുന്നത്. പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു കലാത്തിയ പ്ലാന്റാണ് കേട്ടോ. ഇതിന് 30 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു സിങ്കോണിയം പ്ലാന്റാണ്. ഇതിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെയുള്ളത് ഈ ഒരു ആരോറൂട്ട് കലാത്തിയ പ്ലാന്റാണ്. 20 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെയുള്ളത് ഈ ഒരു നാരോ ലീഫിൻ്റെ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റാണ് കേട്ടോ. ഇത് കുറച്ച് അങ്ങനെ അധികം കാണാത്തൊരു പ്ലാന്റാണ്. നാരോ ലീഫാണ്, നല്ല ഭംഗിയാണ്. അതിൻ്റെ ആ ഒരു ലീഫ് നല്ല പിങ്ക് കളറൊക്കെ ഇങ്ങനെ കയറി വരും. അപ്പോൾ ഇതിന് 150 രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വില വരുന്നത്. ഇതും ഒരു അഗ്ലോണിമ പ്ലാന്റാണ്. ഇതിന് 150 രൂപ തന്നെയാണ് വില വരുന്നത്. അത്യാവശ്യം വലിയ പ്ലാന്റാണ്. 150 രൂപയാണ് വില വരുന്നത്. പിന്നെ വരുന്നത് ഈ ഒരു അഗ്ലോണിമയാണ്. ഇതിന് 100 രൂപയാണ് വില വരുന്നത്. പിന്നെയുള്ളത് നമ്മുടെ വാട്ടർമെലൺ ബിഗോണിയ പ്ലാന്റാണ്. 10 രൂപയാണ്. ഹാങ്ങിങ് വാട്ടർമെലൺ ബിഗോണിയാണ്. 10 രൂപയാണ് വില വരുന്നത്. പിന്നെയുള്ളത് നമ്മുടെ സാൻസവേരിയ പ്ലാന്റാണ്. 30 രൂപയാണ് വില വരുന്നത്. പിന്നെയുള്ളത് ഓറഞ്ച് ഫ്ലവർ വരുന്ന ലില്ലി പ്ലാന്റാണ്. 20 രൂപയാണ് വില വരുന്നത്. പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു സിങ്കോണിയം പ്ലാന്റാണ്. 30 രൂപയാണ് വില വരുന്നത്. പിന്നെയുള്ളത് ഈ ഒരു ലീഫി പ്ലാന്റാണ് കേട്ടോ. നല്ല ഭംഗിയാണ്, പെട്ടെന്ന് ബുഷിയാവുന്ന ഒരു പ്ലാന്റാണ്. 40 രൂപയാണ് വില വരുന്നത്. പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു അലോക്കേഷ്യ പ്ലാന്റാണ് കേട്ടോ. ഇതിന് 160 രൂപയാണ് വില വരുന്നത്. 160 അല്ല, 150 രൂപയാണ് വില വരുന്നത്. പിന്നെയുള്ളത് ഈ ഒരു കലേഡിയമാണ്. 30 രൂപയാണ് വില വരുന്നത്. പിന്നെയുള്ളത് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റാണ് കേട്ടോ. 10 രൂപയാണ് വില വരുന്നത്. പിന്നെയുള്ളത് ഈ ഒരു ലീഫി പ്ലാന്റാണ്. അതായത് ഇതിൻ്റെ ഡിസൈനൊക്കെ കണ്ടോ. 100 രൂപയാണ് വില വരുന്നത്. പിന്നെയുള്ളത് ഈ ഒരു ഫിലോഡോൺഡ്രോൺ പ്ലാന്റാണ്. 120 രൂപയാണ് വില വരുന്നത്. പിന്നെയുള്ളത് ഈ ഒരു കലാത്തിയ പ്ലാന്റാണ്. 30 രൂപയാണ് വില വരുന്നത്. പിന്നെയുള്ളത് ഫിലോഡോൺഡ്രോൺ ബേർഡ് ബാഗ്സ് ആണ്. 10 രൂപയാണ് വില വരുന്നത്.
പിന്നെയുള്ളത് ഈ ഒരു കലകടിയം പ്ലാന്റാണ്, 30 രൂപയാണ് വില വരുന്നത്. പിന്നെയുള്ളത് ഈ ഒരു കലാത്തിയ പ്ലാന്റാണ്, ഇതിനും 30 രൂപയാണ് വില വരുന്നത്. പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു അലോക്കേഷ്യ പ്ലാന്റാണ് കേട്ടോ, ഇതിനും 150 രൂപയാണ് വില വരുന്നത്. പിന്നെയുള്ളത് നമ്മുടെ സിങ്കോണിയം ആൽബോയാണ്, ഇതിനും 30 രൂപയാണ് വില വരുന്നത്. പിന്നെയുള്ളത് നമ്മുടെ ബ്രോക്കൺ ഹാർട്ടാണ്, 30 രൂപയാണ് വില വരുന്നത്. പിന്നെയുള്ളത് നമ്മുടെ അഗ്ലോണിമ പ്ലാന്റാണ്, 50 രൂപയാണ് വില വരുന്നത്. പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു അലോക്കേഷ്യ പ്ലാന്റാണ്, 40 രൂപയാണ് വില വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റാണ്, അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ്, 200 രൂപയാണ് വില വരുന്നത്. പിന്നെയുള്ളത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റാണ്, വലിയ പ്ലാന്റ് തന്നെയാണ്, അത്യാവശ്യം മദർ പ്ലാന്റ് തന്നെയാണ്, ഇതിനും 200 രൂപയാണ് വില വരുന്നത്. പിന്നെ വരുന്നത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റാണ്, ഇതിനും 200 രൂപ തന്നെയാണ് വില വരുന്നത്. പിന്നെ വരുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റാണ്, 30 രൂപയാണ് വില വരുന്നത്. പിന്നെയുള്ളത് ഈ ഒരു അരേലിയ പ്ലാന്റാണ്, 80 രൂപയാണ് വില വരുന്നത്. പിന്നെയുള്ളത് ഈ ഒരു കലാത്തിയ പ്ലാന്റാണ് കേട്ടോ, ഇതിന് 100 രൂപ 120 രൂപയാണ് വില വരുന്നത്. പുതിയ ഷൂട്ടൊക്കെ വരുന്നുണ്ട്, 120 രൂപയാണ് വില വരുന്നത്. ഞാനിതിൽ കാണിച്ച അഗ്ലോണിമകളെല്ലാം വേറെ വേറെ അഗ്ലോണിമയാണ് കേട്ടോ. പിന്നെയുള്ളത് നമ്മുടെ ക്രോട്ടൺ പ്ലാന്റാണ്, 10 രൂപയാണ് വില വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ അരേലിയ പ്ലാന്റാണ്, ഇതിന് 20 രൂപയാണ് വില വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ നിയോൺ പോത്തോസാണ് കേട്ടോ, നിയോൺ പോത്തോസാണ്, ഇതിനും 20 രൂപയാണ് വില വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു ഫിലോഡൻഡ്രോൺ കേട്ടോ, ഇതിന് 100 രൂപയാണ് വില വരുന്നത്. പിന്നെ വരുന്നത് ഈ ഒരു സിങ്കോണിയം 10 രൂപയാണ് വില വരുന്നത്. പിന്നെയുള്ളത് ഈ ഒരു ഫിലോഡൻഡ്രോൺ കേട്ടോ, ഇതിൻ്റെയൊക്കെ ഒരു പ്ലാന്റ് ഉള്ളത് ഇതുണ്ട്, ഇതിൻ്റെ റൂട്ട് ഇതിൻ്റെ മേളിൽ കൂടെ വരുന്നതുണ്ടോ. നിങ്ങൾ ഒരു ലീഫായിട്ട് കാണുമ്പം റൂട്ടില്ലെന്ന് വിചാരിക്കുന്നത്, പുതിയ ലീഫൊക്കെ വരുന്നു. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 60 രൂപയാണ് വില വരുന്നത്. പിന്നെയുള്ളത് ഈ ഒരു കേളി ലീഫിൻ്റെ ഈ ഒരു അരേലിയ പ്ലാന്റാണ്, അത്യാവശ്യം വലിയ പ്ലാന്റാണ്, ഇതിന് 50 രൂപയാണ് വില വരുന്നത്. പിന്നെയുള്ളത് ഈ ഒരു കലേഡിയം പ്ലാന്റാണ്, ഇതിന് 40 രൂപയാണ് വില വരുന്നത്. ഇത് നല്ല റെഡ് കളറാകും കേട്ടോ ഈ ലീഫ് മെച്യൂർ ആയി കഴിയുമ്പോഴത്തേക്കും. പിന്നെയുള്ളത് ഈ ഒരു സാൻസവേരിയ പ്ലാന്റാണ്, 30 രൂപയാണ് വില വരുന്നത്. വൈറ്റ് ഫ്ലവർ വരുന്ന ശംഖുപുഷ്പമാണ് കേട്ടോ, ഇതിന് 20 രൂപയാണ് വില വരുന്നത്. പിന്നെയുള്ളത് നമ്മുടെ ഒരു ബിഗോണിയ പ്ലാന്റാണ് കേട്ടോ, 10 രൂപയാണ് വില വരുന്നത്. പിന്നെയുള്ളത് നമ്മുടെ ജെയ്ഡ് പോത്തോസ് ആണ് കേട്ടോ, ഇതിനും 20 രൂപയാണ് വില വരുന്നത്. ജെയ്ഡ് പോത്തോസ് 20 രൂപ. പിന്നെയുള്ളത് നമ്മുടെ പിങ്ക് സ്പോട്ട് വരുന്നത് ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ, 20 രൂപയാണ് വില വരുന്നത്. പിന്നെയുള്ളത് നമ്മുടെ 1 രൂപയുടെ പെനിവേട്ടാണ്, 1 രൂപ. പിന്നെയുള്ളത് നമ്മുടെ 30 രൂപയുടെ നാരോ ലീഫിൻ്റെ അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ. ഇതൊക്കെ പെട്ടെന്ന് ബുഷിയാവും, പെട്ടെന്ന് ബേബി പ്ലാന്റ്സ് ഉണ്ടാകുന്ന പ്ലാന്റുകളാണ് കേട്ടോ. പിന്നെയുള്ളത് ഈ ഒരു സ്പോട്ട് വരുന്ന റെഡ് സ്പോട്ട് വരുന്ന ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ, ഇതിന് 30 രൂപയാണ് വില വരുന്നത്. പിന്നെയുള്ളത് നമ്മുടെ ടൈഗർ ഫൺ ആണ്, ഇതിൻ്റെ ഒരു പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇതുണ്ട്, ഇതിൻ്റെ ഭംഗി, ഇതിന് 30 രൂപയാണ് വില വരുന്നത്. പിന്നെയുള്ളത് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ. എപ്പോഴും ഈ പ്ലാന്റാണ് എൻ്റെ കയ്യിൽ വരുന്നത്, കാരണം നല്ല പ്ലാന്റ് ഇവിടെ മാറിയിരിക്കുവാണ്. ഇങ്ങനെ വരും ഇതിൻ്റെ ലീഫ്. അപ്പോൾ ഇതിനും 10 രൂപയാണ് വില വരുന്നത്. നിങ്ങൾക്ക് തരുമ്പോൾ നല്ല പ്ലാന്റ് ആയിരിക്കും കേട്ടോ തരുന്നത്. എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ ഈ പ്ലാന്റാണ് എൻ്റെ കയ്യിൽ കിട്ടുന്നത്, അതുകൊണ്ടാണ്. പിന്നെ ഈ ഒരു കലേഡിയം അവൈലബിൾ ആണ്, ഇതിന് 30 രൂപയാണ് റേറ്റ് വരുന്നത്. നേരത്തെ കാണിച്ച കലേഡിയം അല്ല, കാണിച്ച പ്ലാന്റ്സുകളെല്ലാം വേറെ വേറെ പ്ലാന്റുകളാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഫിലോഡോണ്ടോൺ ലെമൺ യെല്ലോ കളർ വരുന്നത് ഈ ഒരു പ്ലാന്റും ഈ ഒരു പ്ലാന്റ് അവൈലബിൾ ആണ്, ഇതിനും 20 രൂപയാണ് വില വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ഹാങ്ങിങ് മെലസ്റ്റോമയാണ് കേട്ടോ, ഇതിനും 10 രൂപയാണ് വില വരുന്നത്. ഈ ഒരു റൂട്ടഡ് പ്ലാന്റ് 10 രൂപയാണ് വില വരുന്നത്. പിന്നെയുള്ളത് ഈ ഒരു ഡിഫൻ ബാച്ചിയാണ് കേട്ടോ. ഈ ഒരു ഡിഫൻ ബാച്ചിയ പ്ലാന്റാണ്, ഇതിന് 50 രൂപയാണ് കേട്ടോ. ഇത്രയും വലിയ പ്ലാന്റ് മദർ പ്ലാന്റാണ്, 50 രൂപയാണ് വില വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു ഹാങ്ങിങ് ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ. ഇതൊക്കെ ഒരു ഇച്ചിരി കിട്ടിയാൽ മതി, നല്ല ബുഷിയാവുന്ന പ്ലാന്റുകളാണ്. ഇതിനും 5 രൂപയാണ് വില വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ മഞ്ജുള പോത്തോസാണ് കേട്ടോ, 30 രൂപയാണ് റേറ്റ് വരുന്നത്. മഞ്ജുള പോത്തോസൊക്കെ നല്ല പെട്ടെന്ന് ബുഷിയായിട്ട് വരും. എനിക്ക് കുറച്ച് ഹാങ്ങിങ് പോട്ടിൽ കുറച്ച് പ്ലാന്റ്സ് കണ്ടിട്ട് അതിൻ്റെ ഭംഗി ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ, അതിൻ്റെ ലീഫുകളൊക്കെ കാണാനായിട്ട്. പിന്നെ വരുന്നത് നമ്മുടെ അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്കാണ്, 30 രൂപയാണ് വില വരുന്നത്. ഇത്രയൊക്കെയുള്ള നമ്മുടെ സെയിൽ വീഡിയോ കണ്ട് നമ്മുടെ നിയോൺ പോത്തോസിൻ്റെയൊക്കെ ആ ഒരു ഭംഗി ഒരു പ്രത്യേകത തന്നെയാണ്. നമ്മുടെ നാരങ്ങയുടെ ആ ഒരു കളർ വരുന്ന ലെമൺ യെല്ലോ കളർ വരുന്ന ആ ഒരു ഭംഗി പ്രത്യേകത തന്നെയാണ്. ഇതുണ്ട്, ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ കട്ടിങ്സ് വേണമെങ്കിൽ കട്ടിങ്സിന് 5 രൂപയാണ്, റൂട്ടഡ് പ്ലാന്റിന് 10 രൂപയാണ്. അതൊന്നും കാണിക്കാൻ പറ്റില്ല. ഇതാണ് കേട്ടോ ജെയ്ഡ് പ്ലാന്റ്, ഇതുവഴിയൊക്കെ കയറിപ്പോയിരിക്കുവാണ്. ജെയ്ഡ് പോത്തോസ്. പിന്നെ നമ്മുടെ ഈ ഒരു ഡക്ക് ഫീറ്റ് പ്ലാന്റ്, അത്യാവശ്യം വലിയ പ്ലാന്റാണ് കേട്ടോ. ഇതും അവൈലബിൾ ആണ്. ഇതിനാണെങ്കിൽ 80 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്, ഡക്ക് ഫീറ്റ്.
നമ്മുടെ വെജിറ്റബിൾ ഗൗറിയൊക്കെ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. വെള്ളമൊക്കെ മാറാറായി, കുറേ നാളുകളായി വെള്ളമൊക്കെ മാറിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ സെയിൽ വീഡിയോ. നിങ്ങൾക്ക് ഇതിലേതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്